പുതിയൊരു നഗരത്തിലേക്കുള്ള എന്റെ സ്ഥലംമാറ്റം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ കണ്ടത്. എന്റെ കൂടെ ഭാര്യ മീരയും മകൻ മനുവുമുണ്ടായിരുന്നു. വലിയ തിരക്കും ബഹളവുമില്ലാത്ത, എന്നാൽ നഗരത്തിന്റെ സൗകര്യങ്ങൾ അടുത്തുള്ള ഒരു വീടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അങ്ങനെയാണ് ഒരു ഏജന്റ് ഞങ്ങളെ നഗരത്തിൽ നിന്ന് അല്പം മാറിയുള്ള പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്തെ ഒരു പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. സർ, ഈ വീട് പഴയതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വളരെ ശാന്തമായ സ്ഥലമാണിത്, ഏജന്റ് പറഞ്ഞു. 2 നിലകളുള്ള ആ വീട് ചുറ്റും നിറയെ മരങ്ങളും ചെടികളുമൊക്കെയായി നിൽക്കുന്നു. വീടിനൊരു പ്രത്യേക ആകർഷണീയതയുണ്ടായിരുന്നു. മീരയുടെ മനസ്സിലും ആ വീട് ഇഷ്ടമായി. നല്ലൊരു വാടക നിരക്കും കൂടെ ആയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ആ വീട് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ താമസം തുടങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. വീടിന്റെ പഴക്കം ഞങ്ങൾ കാര്യമാക്കിയില്ല. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന വലിയ മുറികളുള്ള വീട്. ഞങ്ങളവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. മനുവിന് കളിക്കാൻ വലിയ മുറ്റവും മുറ്റത്ത് നിറയെ കാഴ്ച കിടക്കുന്ന പേരമരവുമുണ്ടായിരുന്നു. അവനത് നന്നേ ഇഷ്ടമായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയിൽ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങളത് പൂച്ചകളോ എലികളോ ആണെന്ന് കരുതി. എന്നാൽ ശബ്ദം മനുഷ്യരുണ്ടാക്കുന്നതുപോലെ ആയിരുന്നു. കൂടാതെ രാത്രിയിൽ വീടിന്റെ മുകളിലെ നിലയിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും കേട്ടു. മീര, നിങ്ങളാണോ രാത്രിയിൽ മുകളിലത്തെ നിലയിൽ? ഞാനൊരു ദിവസം മീരയോട് ചോദിച്ചു. ഇല്ല, ഞാനല്ല. മനു ഉറങ്ങിയാൽ പിന്നെ ഞാൻ എവിടെയും പോകാറില്ല. നിങ്ങൾക്കെന്താ അങ്ങനെ തോന്നിയത്? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, രാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു, ആരോ നടക്കുന്നതുപോലെ, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അവൾ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ആ സംഭവങ്ങൾക്ക് ശേഷം എനിക്കും മീരയ്ക്കും ഒരുതരം അസ്വസ്ഥത തോന്നിത്തുടങ്ങി. രാത്രിയിൽ ജനലുകൾ തനിയെ തുറക്കുന്നതും വാതിലുകൾ ശബ്ദമുണ്ടാക്കി അടയുന്നതും പതിവായി. മനു ആകട്ടെ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. അച്ഛാ, അവിടെ ആരോ ഉണ്ട്, അവൻ ഭയത്തോടെ പറഞ്ഞു. അവന്റെ കൊച്ചു വിരലുകൾ മുകളിലത്തെ നിലയിലേക്ക് ചൂണ്ടി. ഞങ്ങൾ പരസ്പരം നോക്കി. ഞങ്ങളുടെ ഉള്ളിൽ ഒരുതരം ഭയം വളർന്നു തുടങ്ങി. ആ വീടിനെന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഞങ്ങൾ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. മനുവിന്റെ വാക്കുകൾ ഞങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കി. കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അവന്റെ വാക്കുകളെ അവഗണിക്കാനായില്ല. ഞാനും മീരയും പരസ്പരം നോക്കി. ഞങ്ങളുടെ മുഖത്ത് ഒരുതരം ഭയം നിറഞ്ഞു നിന്നു. നിനക്ക് തോന്നിയതായിരിക്കും മനു, ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ശബ്ദത്തിന് ആത്മവിശ്വാസം തീരെയില്ലായിരുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങൾ ഞങ്ങൾക്ക് ഭയത്തിൻ്റെതായിരുന്നു. രാത്രിയിൽ മാത്രമല്ല, പകലും ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അടുക്കളയിൽ വെച്ച പാത്രങ്ങൾ തനിയെ മാറിയിരിക്കുന്നു. ഉച്ചയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒരു നിഴൽ പിന്നിലൂടെ കടന്നുപോകുന്നതുപോലെ എനിക്ക് തോന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ആദ്യം അതൊക്കെ എന്റെ തോന്നലുകളാണെന്ന് ഞാൻ സ്വയം സമാധാനിപ്പിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ TV കാണുകയായിരുന്നു. മീര മനുവിനെ സ്കൂളിലേക്ക് ഒരുക്കാൻ മുകളിലത്തെ നിലയിലേക്ക് പോയി. അപ്പോൾ ടിവിയുടെ ശബ്ദം തനിയെ കൂടി. ഞാൻ റിമോട്ട് ഉപയോഗിച്ച് ശബ്ദം കുറച്ചു. എന്നാൽ ഞാനത് ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ശബ്ദം വീണ്ടും കൂടി. റിമോട്ട് എന്റെ കയ്യിലായിരിക്കെ ഇങ്ങനെ സംഭവിച്ചത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു. ഇത്തരം സംഭവങ്ങൾ മീരയെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം അവൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയതായിരുന്നു. അപ്പോൾ തണുത്ത ഒരു കാറ്റ് അവളെ വന്ന് മൂടിയതുപോലെ അവൾക്ക് തോന്നി. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല. പെട്ടെന്ന് ആ തണുപ്പ് ശരീരമാകെ വ്യാപിച്ചു. അവൾ പേടിച്ചു പുറത്തേക്ക് ഓടിപ്പോന്നു. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അവൾ ഭയത്തോടെ എന്നോട് പറഞ്ഞു. അത് വേണ്ട മീര, ചിലപ്പോൾ ഇത് നമ്മുടെ തോന്നലുകളായിരിക്കാം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ ലീലി ചേച്ചിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ, അവർക്കെന്തെങ്കിലും അസ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു. ലീല ചേച്ചി വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. അവരെന്റെ സംശയങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഈ വീടിനൊരു നല്ല ചരിത്രമല്ല ഉള്ളത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു. അവരും നിങ്ങളെപ്പോലെ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ താമസമാക്കിയത്. എന്നാൽ താമസിയാതെ ചില വിചിത്രമായ കാര്യങ്ങൾ അവരും അനുഭവിക്കാൻ തുടങ്ങി. രാത്രിയിൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം, ആരോ നടക്കുന്ന ശബ്ദം, അങ്ങനെ പലതും. അവരുടെ മകനും മനുവിനെപ്പോലെ ചില കാര്യങ്ങൾ കാണുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവർക്കെന്ത് സംഭവിച്ചു? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു ദിവസം രാത്രിയിൽ അവരുടെ കുഞ്ഞു കിടന്നിരുന്ന തൊട്ടിൽ തനിയെ ആടിയാടി ഇളകാൻ തുടങ്ങി. ഇത് കണ്ട കുഞ്ഞിന്റെ അമ്മ പേടിച്ച് നിലവിളിച്ചു. അവർക്ക് ഭയം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഈ വീട് വിട്ടുപോയി. അതിനുശേഷം ഇവിടെ ആരും അധികനാൾ താമസിച്ചില്ല. ലീലച്ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ ശരീരം തണുത്തുറഞ്ഞു. ഞങ്ങളുടെ സംശയങ്ങൾ വെറും തോന്നലുകളായിരുന്നില്ല. ഈ വീടിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഭയത്തിന്റെ ഒരു കറുത്ത നിഴൽ എന്നെയും മീരയും പൊതിഞ്ഞുമുറുകി. ലീലച്ചേച്ചി പറഞ്ഞ കഥ കേട്ടപ്പോൾ എനിക്ക് തണുത്തുറഞ്ഞുപോയി. ഭയം ഞങ്ങളെ വരിഞ്ഞുമുറുക്കി. ഞങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും വെറും തോന്നലുകളായിരുന്നില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചുപോയി നടന്ന സംഭവങ്ങൾ മീരയോട് പറഞ്ഞു. മീരയുടെ മുഖം വിളറി വെളുത്തു. ഞാൻ പറഞ്ഞതല്ലേ,
ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇനിയൊരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് വയ്യ. അവളുടെ ശബ്ദം ഭയം കൊണ്ട് വിറച്ചു. ശാന്തമാകൂ മീര, നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നോക്കാം. പെട്ടെന്ന് ഈ വീട് വിട്ടുപോയാൽ നമുക്ക് വേറെ വീട് കണ്ടെത്താനും എളുപ്പമാകില്ല. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ദിവസത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി. രാത്രിയിൽ മുകളിലത്തെ നിലയിൽ നിന്ന് ശബ്ദങ്ങൾ വരുന്നത് പതിവായി. പാത്രങ്ങൾ വീഴുന്ന ശബ്ദമായിരുന്നില്ല അത്. ഒരു പഴയ തടിമേശ വലിച്ചിഴയ്ക്കുന്നതുപോലെയോ കട്ടിൽ നീക്കുന്നതുപോലെയോ ഉള്ള ശബ്ദങ്ങളായിരുന്നു. ആ ശബ്ദങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് കാരണമായി. ഒരു ദിവസം രാത്രി മനുവിന് ശക്തമായ പനി വന്നു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞാനും മീരയും മനുവും പെട്ടെന്ന് വസ്ത്രം മാറി പുറത്തിറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ മുറിയിലെ വലിയ കണ്ണാടിയിൽ ഒരു നിഴൽ രൂപം ഞങ്ങൾ കണ്ടു. അത് വ്യക്തമല്ലാത്തൊരു രൂപമായിരുന്നു. ഒരു കൂട്ടം വസ്ത്രങ്ങൾ ഒരു കൊച്ചുകുട്ടിയുടെ ആകൃതിയിൽ അടുക്കി വെച്ചതുപോലെയായിരുന്നു. ഞങ്ങൾക്ക് ആ കാഴ്ചയിൽ നിന്ന് കണ്ണെടുക്കാനായില്ല. ആ രൂപം പതിയെ ചലിക്കാൻ തുടങ്ങി. ഞങ്ങൾ പേടിച്ചു വിറച്ചു. മീര കയം കൊണ്ടെന്നെ മുറുകെ പിടിച്ചു. അവിടെ നോക്കരുത്, ഞാൻ പതിയെ പറഞ്ഞു. ഞങ്ങൾ കണ്ണാടിയിൽ നോക്കാതെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കണ്ണാടിയിലെ രൂപം പെട്ടെന്നൊരു കൊച്ചുകുഞ്ഞിന്റെ രൂപം പ്രാപിച്ചു. ആ കുട്ടി കണ്ണാടിയിൽ നോക്കി ഞങ്ങളെ നോക്കി ചിരിച്ചു. ഭീകരമായ ചിരി കണ്ട് ഞങ്ങൾ നിലവിളിച്ചുപോയി. ഓടിപ്പോകൂ, ഞാൻ മീരയോട് അലറി. ഞങ്ങൾ വേഗം വീടിന്റെ വാതിൽ തുറന്നു പുറത്തേക്ക് ഓടി. എന്റെ കൈകളിൽ മനുവും മീരയുടെ കയ്യിൽ ബാഗും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മനുവിനൊരുതരം ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. ആശുപത്രിയിൽ വെച്ച് അവന് മരുന്ന് കൊടുത്തപ്പോൾ അവനിലെ ഭയവും പനിയും കുറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകാൻ ഭയപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ വീട്ടിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമായിരുന്നിട്ടും ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഞങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ വീടിന്റെ ഉള്ളിലൊരുതരം ഭാരം അനുഭവപ്പെട്ടു. ഒരു നിശബ്ദത ഞങ്ങളെ കാത്തുനിന്നു. അന്ന് രാത്രി ഒരു പ്രത്യേകതരം വാസന മുറിയിൽ നിറഞ്ഞു നിന്നു. അത് പഴയ പൂക്കളുടെ മണമായിരുന്നു. ഞങ്ങൾക്ക് ഭയം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു മുറിയിൽ കിടന്നു. രാത്രിയിൽ മുകളിലത്തെ നിലയിൽ നിന്നൊരു പാട്ട് കേൾക്കാൻ തുടങ്ങി. അതൊരു താരാട്ടുപാട്ടായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കാൻ അമ്മ പാടുന്നത് പോലെയുള്ള താരാട്ടുപാട്ട്. ആ പാട്ട് ഭീകരമായിരുന്നു. കാരണം അത് ആരും പാടുന്നതായിരുന്നില്ല. അത് കേട്ടപ്പോൾ എന്റെയും മീരയുടെയും ഭയം അതിന്റെ പരമ്യത്തിലെത്തി. താരാട്ടുപാട്ടിന്റെ ശബ്ദം ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി. ആ രാത്രി ഞങ്ങൾക്ക് ഉറക്കമും കഴിഞ്ഞില്ല. ഞങ്ങൾ ഭയം കാരണം കൈകോർത്തു പിടിച്ചിരുന്നു. ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അത് മുകളിലത്തെ നിലയിലെ മനുവിന്റെ മുറിയിൽ നിന്നായിരുന്നു. എഴുന്നേറ്റുപോയി നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം കാണാൻ ഭയവും ഉണ്ടായിരുന്നു. പാട്ട് കുറച്ച് സമയത്തിനു ശേഷം നിന്നു. വീട് പഴയ നിശബ്ദതയിലേക്ക് മടങ്ങി. എങ്കിലും ആ നിശബ്ദതയ്ക്ക് മുൻപുണ്ടായിരുന്നതുപോലെയുള്ള ശാന്തതയില്ലായിരുന്നു. അതൊരു ഭീകരമായ നിശബ്ദതയായിരുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ മനുവിന് തീരെ വയ്യാതെയായി. അവന്റെ മുഖം വിളറി. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. അവൻ ഭയത്തോടെ എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അച്ഛാ, ആ കുഞ്ഞന്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ട്." അവന്റെ വാക്കുകൾ ഞങ്ങളെ ഞെട്ടിച്ചു. അവൻ എന്ത് കാണുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഈ പ്രേതാനുഭവങ്ങൾ അവന്റെ മനസ്സിൽ ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. ഞങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. അടുത്തുള്ള ഒരു ബന്ധുവീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോൾ മനുവിന് ഒരുപാട് ആശ്വാസം ലഭിച്ചു. അവൻ മെച്ചപ്പെടാൻ തുടങ്ങി. അവനെ അവിടെ നിർത്തി ഞാൻ മാത്രം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾക്ക് സാധനങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഉച്ചമായത് വീട്ടിലെത്തി. ഉച്ചസമയമായിട്ടും വീടിനകത്ത് ഇരുട്ടായിരുന്നു. ഞാൻ ലൈറ്റുകൾ ഓണാക്കി. ഒരുതരം വിറയിൽ എന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ഞാൻ വേഗം സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്റെ മുറിയിലെ അലമാര തുറന്നപ്പോൾ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പഴയ താക്കോൽ കണ്ടു. അത് ഏത് മുറിയുടേതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വീട് മുഴുവൻ താക്കോലിടാൻ പറ്റിയ മുറി തിരഞ്ഞു. ഒടുവിൽ മുകളിലത്തെ നിലയിലെ പൂട്ടിയിട്ടിരുന്ന ഒരു മുറി ആ താക്കോൽ കൊണ്ട് തുറന്നു. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. ആ മുറി മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. മുറിയിൽ ഒരു പഴയ തൊട്ടിലും ഒരു കളിപ്പാട്ട കുതിരയും അലമാരയും ഉണ്ടായിരുന്നു. അലമാരയിൽ ഒരു പഴയ കുഞ്ഞിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. അത് മുറിയിൽ കിടന്നിരുന്ന അതേ കളിപ്പാട്ട കുതിരയെ പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു ഫോട്ടോ ആയിരുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ കണ്ണാടിയിൽ കണ്ട രൂപത്തെ ഓർത്തു. അതുപോലെയായിരുന്നു ഈ കുഞ്ഞിന്റെ മുഖം. പെട്ടെന്ന് വാതിൽക്കൽ ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. അതൊരു അമ്മയായിരുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്നു. അവർ വളരെ ദയനീയമായി എന്നെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരുപാട് വേദനയുണ്ടായിരുന്നു. അവർ കയ്യിലുള്ള കുഞ്ഞിനെ എന്നെ കാണിച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു. അവരുടെ ശബ്ദം വ്യക്തമായിരുന്നില്ല. അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫോൺ എടുത്തു. അത് മീരയായിരുന്നു. "നിങ്ങൾ എവിടെയാണ്? വേഗം അങ്ങോട്ട് വാ. മനുവിന് വീണ്ടും പനി വരുന്നുണ്ട്," അവൾ ഭയത്തോടെ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. എന്റെ ഭയം അതിന്റെ പരമ്യത്തിലായിരുന്നു. ആ നിമിഷം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. മീരയുടെ ഫോൺ കോൾ എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. മനുവിന് വീണ്ടും പനി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നു. ഞാൻ എന്റെ സാധനങ്ങളെല്ലാം വേഗത്തിൽ പാക്ക് ചെയ്ത് ആ വീട് വിട്ടിറങ്ങി. ആ നിമിഷം മുതൽ എനിക്ക് ആ വീട്ടിലേക്ക് തിരികെ പോകാൻ പേടിയായിരുന്നു. ഞാൻ മീരയുടെ ബന്ധുവീട്ടിലെത്തി. മനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ അവനെ പരിശോധിച്ചു. ശാരീരികമായി അവൻ ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവന്റെ രോഗം മാനസികമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ലീല ചേച്ചി എന്നെ വിളിച്ചു. "മോനെ, എന്താ സംഭവിച്ചത്?" ഞാൻ ലീല ചേച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൻ തീരുമാനിച്ചു. ഞാൻ കണ്ട നിഴൽ രൂപത്തെയും താക്കോൽ കൊണ്ട് തുറന്ന മുറിയെയും അതിലുള്ള ഫോട്ടോയെ പറ്റിയെല്ലാം ഞാൻ ലീല ചേച്ചിയോട് പറഞ്ഞു. എന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലീല ചേച്ചി വളരെ ദുഃഖിതയായി. "മോനെ, നിന്റെ ആഗ്രഹം പോലെ ആ വീടിന്റെ യഥാർത്ഥ കഥ ഞാൻ നിന്നോട് പറയാം," ലീല ചേച്ചി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രാജൻ എന്നൊരാളും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുമകളായ മീനുവും ആ വീട്ടിൽ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അവർ വളരെ നല്ലൊരു കുടുംബമായിരുന്നു. മീനുവിന് ഒരു വയസ്സായപ്പോൾ അവർക്കൊരു ഗുരുതരമായ രോഗം പിടിപെട്ടു.
അത് അവരെ ഒരുപാട് ദുഃഖത്തിലാക്കി. രാജനും അദ്ദേഹത്തിന്റെ ഭാര്യയും മീനുവിനെ എല്ലാ ആശുപത്രികളിലും കൊണ്ടുപോയി. പക്ഷെ ഫലമുണ്ടായില്ല. ഒരു ദിവസം രാത്രി മീനുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി. രാജനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ വീടിന്റെ വാതിൽ അടഞ്ഞുപോയി. അവർ വാതിൽ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. വാതിൽ തുറക്കുമ്പോഴേക്കും മീനുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. രാജനും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ വിഷമിച്ചു. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. അവരുടെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ സംഭവം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രാജനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആത്മഹത്യ ചെയ്തു. ലീലച്ചേച്ചി പറയുന്നത് കേട്ട് എന്റെ ശരീരം തണുത്തുറഞ്ഞു. ആ താരാട്ടുപാട്ട് അവരുടെ മകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. വാതിലടയുന്നത്, പാത്രങ്ങൾ വീഴുന്നത്, കളിപ്പാട്ടക്കുതിര തനിയെ ആടുന്നത് എല്ലാം ആ അമ്മയുടെയും കുഞ്ഞിന്റെയും ആത്മാവായിരുന്നു. അവർ ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് അവരുടെ ദുരിതം ഞങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ലീലച്ചേച്ചിയോട് നന്ദി പറഞ്ഞു. ഫോൺ വെച്ചതിനു ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും മീരയോട് പറഞ്ഞു. മീര എന്നെ നോക്കി. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ ദുരിതകഥ ഞങ്ങൾ മനസ്സിലാക്കി.